ഇന്ന് രാവിലെ തന്നെ ജിൻഡോയുടെ ഒരു അന്യായ ഗെയിം കണ്ട് ഞാൻ ഇങ്ങനെ കണ്ണ് തള്ളിയിരിപ്പുണ്ട്. വേറൊന്നുമല്ല, ഇന്നലെ രാത്രിയിൽ നൈസിനെ റസ്മിനെ വിളിച്ചിട്ട് താക്കോല് ജിൻഡോ വാങ്ങുന്നുണ്ട്. എന്തൊക്കെയോ നോക്കാനെന്നും പറഞ്ഞ് വാങ്ങുന്നുണ്ട്. അതിനുശേഷം റസ്മിൻ താക്കോല് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, ഞാൻ വെച്ചോളാം, എൻ്റെ ഇരുന്നോട്ടെ. അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട്, ഇത് നഷ്ടപ്പെട്ടു പോയ പ്രശ്നമാണ്, സൂക്ഷിക്കാൻ പറ്റില്ല, കിച്ചൻ്റെ താക്കോലാണ് കേട്ടോ. പക്ഷേ ഇദ്ദേഹം കൊടുക്കുന്നില്ല. വേണ്ട, ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി താക്കോല് കയ്യിൽ വയ്ക്കുകയാണ്. ഇന്ന് രാവിലെ ഒരു വരവുണ്ട് എന്നിട്ട് ജിൻഡോയുടെ അടുക്കളയിലെ തീരുമാനങ്ങളെല്ലാം ജിൻഡോ. ഞാനാണ് ഇനി പവർ റൂമിലെ കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കാൻ പോകുന്നത്. ഇവിടെ എന്തുണ്ടാക്കണം, ഇവിടെ എന്തൊക്കെ ചെയ്യണം, എനിക്കെതിരെ ആര് വന്നാലും ഞാൻ അവർക്ക് ശക്തമായ ശിക്ഷകളാണ് ഇനി കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ കയറിയിട്ടുണ്ട്. പക്ഷെ പണി പാളിയിരിക്കുകയാണ് റസ്മിനും അർജുനും. കാരണം കിച്ചണിലെ അധികാരം താക്കോലിലാണ് ഇരിക്കുന്നത്. അതിപ്പോ ജിൻഡോയുടെ കയ്യിലാണ്. ഈ ജിൻഡോയുടെ ബുദ്ധി നോക്കണേ നിങ്ങൾ, ഏത് ലെവലിൽ ചിന്തിച്ചിരിക്കുകയാണെന്ന്. ഓൾറെഡി എല്ലാവർക്കും വാണിംഗ് കൊടുത്തു കഴിഞ്ഞു. ഇന്നിപ്പോ കിളി പോയ അവസ്ഥയിൽ നിൽക്കുകയാണ് അർജുനും അതുപോലെ തന്നെ റസ്മിനും ഒക്കെ. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് എനിക്കറിയില്ല. ഇതുവരെ ജിൻഡോ സ്കോർ ചെയ്ത് നിൽക്കുകയാണ്. ജിൻഡോയുടെ തീരുമാനിക്കാതെ, ജിൻഡോയോട് അഭിപ്രായം ചോദിക്കാതെ ഒറ്റ തീരുമാനവും പവർ ടീം ഇനി എടുക്കരുതെന്നുള്ള നിലപാടിലേക്കൊക്കെ ജിൻഡോ പോയിരിക്കുകയാണ്. സോ എന്തായാലും ജിൻഡോയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിനകത്ത് നമ്മൾ കാണുന്നത്.